സുഹൃത്തുക്കളെ, ഞാൻ കഴിഞ്ഞ ദിവസം കേന്ദ്ര സഹമന്ത്രി ഒരു വാർത്ത ചെയ്യുന്നുണ്ടായിരുന്നു ഇരുമേലിൽ. ആ വാർത്ത നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം, എന്നിട്ട് നമുക്ക് മറ്റു വിഷയത്തിലേക്ക് കടക്കാം. പലതരത്തിൽ നമുക്ക് എല്ലാവർക്കും ഓണവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാം ആഘോഷിക്കുന്ന ആളുകളാണ് അവർ. നമ്മളെപ്പോലെ തന്നെ ഉള്ള അമ്മമാരാണ് ഇത്. ഒരുപാട് പ്രായം ചെന്ന ആളുകളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ അവർ എത്രയോ വർഷങ്ങളായിട്ട് ഈ ജോലി ചെയ്തിട്ട് ഈ 5 മാസം ഇങ്ങനെ സാലറി കിട്ടാതെ ഈ ഒരു ബുദ്ധിമുട്ടിൽ അവർ നിത്യച്ചെലവിന് പോലും ഒരു രൂപ കണ്ടെത്താൻ അവർ വളരെയധികം കഷ്ടത്തിലാണ് ഇപ്പോൾ അവരുടെ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം എരുമേലി DTPCയിലെ അമ്മമാർക്ക് അതുപോലെ തന്നെ ചേച്ചിമാരായിട്ടുള്ള ആളുകൾക്ക് ശമ്പളം ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത ചെയ്യുകയുണ്ടായി. അതിൽ ഞാൻ സുരേഷ് ഗോപി സാറിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഇവരുടെ സാലറിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ളൊരു തീരുമാനമുണ്ടാകണേ എന്ന്. അദ്ദേഹം ഇന്ന് ആലപ്പുഴയിൽ വരുമ്പോൾ കുറച്ച് തൊഴിലാളികളെ കണ്ടപ്പോൾ അവരുടെ കാര്യത്തിൽ മാത്രമായിരുന്നില്ല, നമ്മളുടെ എരുമേലിയിൽ അടക്കമുള്ള 457 തൊഴിലാളികൾ കേരളത്തിലുണ്ട്. ഇത്തരം ടൂറിസ്റ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നു. ട്രഷറിയും മറ്റ് കാരണങ്ങളും ഒക്കെ പറയുന്നുണ്ടാവും. മാറി മാറി വന്ന സർക്കാരുകളെക്കുറിച്ചൊക്കെ ആ വീഡിയോയ്ക്ക് അടിയിൽ വന്ന് പലരും കമൻ്റ് ഇട്ടു. ഞാൻ പറയുന്നത്, എൻ്റെ ഒരാഗ്രഹം ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ തൊഴിലാളികൾക്ക് ഞാൻ ഓണമുണ്ണുമ്പോൾ, ആ ആഹാരം കഴിക്കുമ്പോൾ അവർക്കും ആ സാലറി, ആ ശമ്പളം ലഭിച്ചിട്ടുണ്ടാകണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് ഇന്ന് സുരേഷ് ഗോപി സാർ ഒരു പരിഹാരം കണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തോട് എത്ര നന്ദി പറഞ്ഞാലും എങ്ങനെ നന്ദി പറഞ്ഞാലും ഇതിന് മതിയാവില്ല. അദ്ദേഹത്തിൻ്റെ സ്വന്തം നിലയ്ക്ക് അദ്ദേഹം എടുത്ത് ആ പണം കൊടുത്തതിന് ശേഷം ഈ ട്രഷറിയിൽ നിന്ന് ലഭിക്കുന്ന പണം അദ്ദേഹത്തിന് തിരികെ നൽകിയാൽ മതി. വായ്പ കടമായിട്ടാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചെയ്ത ഈ പ്രവൃത്തി വളരെയധികം സന്തോഷം നൽകുന്ന ഒന്നാണ്. ആ പ്രവൃത്തിക്ക് എത്ര നന്ദി അദ്ദേഹത്തിനോട് പറഞ്ഞാലും മതിയാവില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളും കൂടെ ആ വാർത്ത ഒന്ന് കണ്ടു നോക്കും. ശമ്പളം കിട്ടിയിട്ട് അത് പറയാനാ വന്നത്. ഓണമാണ് സാറേ, ഞങ്ങളുടെ അതോറിറ്റിയാണ് ഇത്. സാറേ ഞങ്ങൾക്ക് ഈ ഓണമാണ്, ഞങ്ങൾക്ക് ഓണം ഉണ്ണാൻ മുടക്കം വരുത്തിയിട്ടുണ്ടോ? മോദി പൈസ തരുന്നില്ല എന്ന് പറഞ്ഞു. ഇവരുടേത് ടൂറിസത്തിൽ നിന്ന് വരുന്ന ഫണ്ടാണ്. അപ്പൊ അതിൽ ആദ്യത്തെ 1.5 മാസത്തെ അവർ കൊടുത്തു, ബാക്കി ഓർഡർ ആയിട്ടുണ്ട്. ഇനിയിപ്പോ തിങ്കളാഴ്ച ഞങ്ങൾക്കിപ്പോ ഉത്സവത്തെയൊക്കെ അലോട്ട് ആയിട്ടുണ്ട്. സാറ് ഞങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ വീണ്ടും റിമൈൻഡർ ലെറ്റർ വീണ്ടും കൊടുത്തിട്ടുണ്ട്. എത്രയാണ് വരേണ്ടത്? അതല്ല, ഇപ്പൊ എത്രയാണ് അവർക്ക് വന്നാൽ കൊടുക്കാൻ പറ്റുന്ന ഓണത്തിന് മുമ്പ്? കൊടുക്കാൻ പെൻഡിംഗ് ഉള്ളത് നിങ്ങൾ ട്രഷറിയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാശ്, അവർക്ക് ഡിസ്ബേഴ്സ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്ന കാശ് എത്രയാണ്? 54 പേർ 15 ഇൻറ്റു 4 മാസമല്ലേ മുടക്കാം? ഇൻറ്റു 4 32 lakhs. 32 lakhs ഞാൻ ഇപ്പൊ ഡെപ്പോസിറ്റ് ചെയ്യാൻ കൊടുത്ത് എനിക്ക് റീഇംബേഴ്സ് ട്രഷറിക്ക് അതിൻ്റെതായ ചില ഡിഫിക്കൽട്ടീസ് ഉണ്ട്, എനിക്കറിയാം. അപ്പൊ let us not put pressure on the treasury. You have this money, you give it to them for Onam celebration. Instead, you have to assure me that you will reimburse it. Done? Done? ഒരു അക്കൗണ്ടിലേക്ക് ഇടും, പറഞ്ഞാൽ മതി. അക്കൗണ്ടിൽ സാർ ഇടും, അത് ഡിസ്കസ് ചെയ്തിട്ട് ഇവരുടേത് എല്ലാവരുടെയും. ഒരുപാട് സന്തോഷമായി. ഞങ്ങൾക്ക് ഒരു മാർഗ്ഗമില്ലെന്ന് 5-6 മാസം കൊണ്ട് ഞങ്ങൾ കണ്ട് പാടുപെടുവാണ്. ഒരു വാടക വീട്ടിലൊക്കെ താമസിക്കുന്നവരാണ്, ഒറ്റടുത്തൊരു വേലയെടുത്തുകൊണ്ട് വന്ന് ജീവിക്കുന്നവരാണ്, അന്നന്ന് കഴിയാൻ പോലും നിവർത്തിയില്ലാത്തവരാണ്. അപ്പൊ ഞങ്ങൾ കടം മേടിച്ച് കുഴഞ്ഞ് ഇനി കട തരാൻ ആരുമില്ല ഞങ്ങൾക്ക്. അപ്പൊ ഇപ്പൊ സുരേഷ് ഗോപി സാർ വന്ന് ഇത്രയും ചെയ്തു തന്നതിന് ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ ആലപ്പുഴ നഗരസഭയിലെ സംസ്ഥാനത്ത് ആർക്കും പൈസ വന്നിട്ടില്ല? 14 ജില്ലയ്ക്കും വന്നിട്ടില്ല. ഓക്കെ. ഈ വിഷയത്തിൽ സുരേഷ് ഗോപി സാർ അങ്ങയോട് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. കാരണം ഇത് വലിയൊരു പ്രതിസന്ധിയുള്ളൊരു പ്രശ്നമായിരുന്നു.
അത് അങ്ങ് ഒറ്റ നിമിഷം കൊണ്ട് അങ്ങയുടെ സ്വന്തം നിലയ്ക്ക് 32 ലക്ഷം രൂപ എടുത്തു കൊടുത്തിട്ട് ട്രഷറിയിലെ പൈസ എപ്പോൾ വരുന്നോ അപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചു നൽകിയാൽ മതി എന്നുള്ള ഒരു വായ്പയായിട്ട് ഇങ്ങനെ നൽകാൻ അങ്ങ് കാണിച്ച ഈ മനസ്സിന് 1 കോടി നന്ദി പറഞ്ഞാൽ മതിയാവില്ല. അങ്ങയ്ക്ക് നല്ലത് വരട്ടെ. സർവേശ്വരൻ അങ്ങയ്ക്ക് നല്ലത് വരുത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു.